കേരളത്തിന്റെ കടലോര മേഖലയിൽ എണ്ണ നിക്ഷേപമുണ്ട് എന്ന് നേരത്തെ പല റിപ്പോർട്ടുകളും വന്നിരുന്നു. കൊച്ചി തീരത്തെ ആഴക്കടലിൽ പര്യവേക്ഷണം നടത്തിയെങ്കിലും കാര്യമായ നേട്ടമുണ്ടായില്ല. എന്നാൽ പുതിയ പര്യവേഷണം ആരംഭിക്കാൻ പോകുന്നത് കൊല്ലം തീരത്താണ്. തീരത്ത് നിന്ന് 48 കിലോമീറ്റർ കടലിൽ നടത്തുന്ന പരിശോധന വലിയ പ്രതീക്ഷയോടെയാണ് ഏവരും കാണുന്നത്. കേരളത്തെ സാമ്പത്തികമായും വ്യാവസായികപരമായും മാറ്റിമറിക്കാവുന്നതും രാജ്യത്തിന് ശതകോടികളുടെ വിദേശ നാണ്യം ലഭിക്കാൻ സഹായിക്കുമെന്നും പ്രതീക്ഷിക്കുന്ന വമ്പൻ പദ്ധതിക്ക് കൊല്ലത്ത് ജീവൻ വയ്ക്കുകയാണ്. അതേസമയം അസംസ്കൃത എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും പര്യവേക്ഷണത്തിനായി വിദേശത്തുള്ള സ്വകാര്യ കമ്പനിയുമായി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞു. കൊല്ലം തീരത്ത് ഓയിൽ ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള ഇന്ധന പര്യവേക്ഷണം അടുത്ത സെപ്റ്റംബറിൽ ആരംഭിക്കാൻ സാധ്യതയുണ്ട്. പര്യവേഷണ കരാർ ഏറ്റെടുത്തിരിക്കുന്ന UK ആസ്ഥാനമായ ഡോൾഫിൻ ഡ്രില്ലിംഗിന്റെ ഉപകരാർ കമ്പനിയായ ആര്യ ഓഫ് ഷോർ പ്രതിനിധികൾ കൊല്ലം പോർട്ട് സന്ദർശിച്ച് സൗകര്യങ്ങൾ വിലയിരുത്തി. കൊല്ലം പോർട്ട് അധികൃതരുമായി ചർച്ചയും നടത്തി. പ്രതീക്ഷിക്കുന്ന ചെലവ് 543 കോടി രൂപയാണ്. ഡോൾഫിൻ ഡ്രില്ലിംഗിന്റെ പര്യവേഷണ റിംഗായ ബ്ലാക്ക് ഫോർഡ് ഡോൾഫിൻ നിലവിൽ ആൻഡമാനിൽ പര്യവേഷണത്തിനുള്ള ഒരുക്കത്തിലാണ്. ഓഗസ്റ്റിൽ അവിടെ തീരും. അതിനുശേഷം കൊല്ലം തീരത്തേക്ക് എത്തും. കൊല്ലം തീരത്ത് 48 കിലോമീറ്റർ അകലെ ആഴക്കടലിൽ 1 വർഷം നീണ്ടു നിൽക്കുന്നതാണ് പര്യവേഷണം. കൂറ്റൻ റിംഗായ ബ്ലാക്ക് ഫോർഡ് ഡോൾഫിനിൽ ഹെലിപ്പാഡുണ്ട്. ഇതിനു പുറമെ ഓയിൽ ഇന്ത്യ ഉദ്യോഗസ്ഥർക്ക് എത്താൻ ആശ്രാമ മൈതാനത്ത് ഹെലിപ്പാഡ് സൗകര്യങ്ങളും ഒരുക്കും. റിംഗിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും 15 ദിവസം കൂടുമ്പോൾ മാറും. ഇവർക്ക് നഗരത്തിലെ ഹോട്ടലുകളിലായിരിക്കും താമസ സൗകര്യം. പര്യവേഷണത്തിനിടെ അപകടങ്ങൾ ഉണ്ടായാൽ പ്രവേശിപ്പിക്കാൻ ആശുപത്രി സൗകര്യങ്ങളും ഒരുക്കും. പര്യവേഷണ കപ്പലിനും ചെറുകപ്പലുകൾക്കും ടാങ്കുകൾക്കും ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യം, താൽക്കാലിക ഓഫീസ് മുറി എന്നിവയും തുറമുഖത്ത് സജ്ജമാക്കും. പര്യവേഷണം ആരംഭിക്കുന്നതോടെ ക്രൂ ചേഞ്ച് വേണ്ടിവരും. ഇതിന് ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റിന്റെ പ്രവർത്തനം ആരംഭിക്കേണ്ടതുണ്ട്. NK പ്രേമചന്ദ്രൻ MPയുടെ ശ്രമഫലമായി കഴിഞ്ഞ ജൂണിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൊല്ലം തുറമുഖത്ത് ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റ് അനുവദിച്ചത്. ഭരണവിഭാഗം, ഓഫീസ് കെട്ടിടം, ഗോഡൌൺ എന്നിവയ്ക്ക് തീരദേശ പരിപാലന നിയമപ്രകാരമുള്ള അനുമതികളും ലഭിച്ചിട്ടുണ്ട്. ഇന്റർനെറ്റ് സംവിധാനത്തിനായി BSNL ലൈൻ ഉൾപ്പെടെ ലഭ്യമാക്കിയിട്ടുണ്ട്. സെർവർ പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായ സാമഗ്രികൾ ഇമിഗ്രേഷൻ വിഭാഗം കൊല്ലത്തെത്തിച്ചു. ഇവ സ്ഥാപിക്കുന്ന ജോലി ഉടൻ നടപ്പിലാക്കും. ഇത് പൂർത്തിയാകുന്നതോടെ ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റ് പ്രവർത്തനം തുടങ്ങാൻ സാധിക്കും. ഇന്ധനവാതക സാധ്യത പ്രതീക്ഷിച്ചാണ് പര്യവേഷണം തുടങ്ങുന്നത്. UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയുമായി 1287 കോടിയുടെ കരാറാണ് ഒപ്പിട്ടിരിക്കുന്നത്. കൊല്ലത്തിന് പുറമെ ആന്ധ്രയിലെ അമലാപുരം, കേരള കൊങ്കൺ മേഖല എന്നിവിടങ്ങളിലും പര്യവേഷണം നടത്തുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ സമുദ്രമേഖലയിൽ കടൽത്തട്ട് തുറക്കൽ നടക്കും. രാജ്യാന്തര കപ്പൽ ചാലിന് പുറത്താണ് പര്യവേഷണം. അസംസ്കൃത എണ്ണയുടെ ഒഴുക്ക് കണ്ടെത്തുകയാണ് ലക്ഷ്യം. പെട്രോളിയം മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് പര്യവേഷണം. ലാഭകരമാണെങ്കിലേ പര്യവേഷണം തുടരുകയുള്ളൂ. നേരത്തെ കൊച്ചിയിൽ ONGCയുടെ നേതൃത്വത്തിൽ പര്യവേഷണം നടത്തിയെങ്കിലും ലാഭകരമല്ലെന്ന് കണ്ട് ഉപേക്ഷിച്ചിരുന്നു. ഇന്ധന പര്യവേഷണത്തിന്റെ അടുത്ത ഘട്ടമായി കൊല്ലം സമുദ്രമേഖലയിൽ ഡ്രില്ലിംഗ് നടക്കും. തീരത്തുനിന്ന് 48 കിലോമീറ്റർ അകലെ അന്താരാഷ്ട്ര കപ്പൽ ചാലിന് പുറത്ത് 6 കിലോമീറ്റർ താഴ്ചയിലാണ് പര്യവേഷണം. 3ലേറെ നിലകളിലായി ഒരുക്കുന്ന റിംഗിൽ വിവിധ ഷിഫ്റ്റുകളിലായി 100ലേറെ ജീവനക്കാരുണ്ടാകും. കടലിൽ 80 മീറ്റർ താഴ്ചയിലാണ് പദ്ധതി ഭാഗത്ത് എണ്ണ പര്യവേഷണത്തിന് കിണർ തുറക്കുക. അടിത്തട്ടിൽ വിവിധ പാളികളിലായി കട്ടികൂടിയ ഭാഗം, മൃദുല ഭാഗം എന്നിവ വരുന്നതിനാൽ പ്രതിസന്ധികളേറെയുണ്ട്. അസംസ്കൃത എണ്ണയുടെ ഒഴുക്ക് കണ്ടെത്തുകയെന്നതാണ് വെല്ലുവിളി. ഓരോ ഇഞ്ചും കുഴിക്കാനും വൻ പണച്ചെലവ് വരുമെന്നതിനാൽ പെട്രോളിയം മന്ത്രാലയത്തിന്റെ കർശന മേൽനോട്ടത്തിലാണ് കുഴിക്കുക.